സോ ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതമാണ്. ബ്രെസൻഹാംസ് അൽഗോരിതം ബ്രെസൻഹാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് ഡെവലപ്പ് ചെയ്തത്. അയാളുടെ പേരാണ് ബ്രെസൻഹാം എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഇൻക്രിമെൻ്റൽ ഇൻറ്റിജർ കാൽക്കുലേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റൗണ്ട് ഓഫ് ഇല്ല എന്നുള്ളത്, അതായത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു എഫക്റ്റീവ് ലൈൻ ഡ്രോയിങ് അൽഗോരിതമാണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് ഇല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൗണ്ട് എന്ന് പറയുന്നതാണ് DD അൽഗോരിതത്തിനകത്തെ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു ബ്രെസൻഹാം ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റീജർ കാൽക്കുലേഷൻ എന്താണ്, ഇൻക്രിമെൻ്റൽ ഇൻറ്റീജർ കാൽക്കുലേഷനാണ്. അതായത് +1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ്. യൂണിറ്റ് ഇൻ്റർവെൽ ഐദർ ഇൻ എക്സ് ആക്സിസ് ഓർ ഇൻ വൈ ആക്സിസ്, എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഇൻക്രിമെൻ്റൽ മെത്തേഡ് വഴി ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂവിൻ്റെ കേസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ക്രീൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സ്കാൻ ലൈൻസും ഉണ്ട്, അതുപോലെ തന്നെ കോളം പിക്സൽ വാല്യൂസും ഉണ്ട്. നമുക്ക് മറ്റേ കേസിലാണെങ്കിൽ DD അൽഗോരിതത്തിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ക്രൂക്കഡ് ആയിട്ടുള്ള ലൈനാണ്. ഒരു സ്മൂത്ത് ലൈൻ ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ റീസൺ ഞാൻ പറയാം, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് ആദ്യം പറഞ്ഞു പോട്ടെ. ഓക്കെ, സോ അപ്പം ക്രൂക്കഡ് ആയിട്ടുള്ള ലൈനായിരിക്കും നമുക്ക് DDയിൽ കിട്ടുന്നത്. അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കൊരു സ്മൂത്ത് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ബ്രെസൻഹാംസ് വെച്ചിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പം അത്രയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്നല്ലെങ്കിൽ നമുക്ക് ഇൻക്രിമെൻ്റൽ കാൽക്കുലേഷനാണ് ഇവിടെ വരുന്നത്. ഐദർ ചൂസിങ് ദ സെയിം വാല്യൂ ഓർ ചൂസിങ് ഇൻക്രിമെൻ്റൽ വാല്യൂ. മീൻസ് ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ഒരു YK വാല്യൂ ആണെങ്കിൽ ആ YK വാല്യൂ തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ YK വാല്യൂവിൻ്റെ കൂടെ +1 ആഡ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു പിക്സലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതാണ് ബ്രെസൻഹാംസിൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്രെസൻഹാംസിൽ ഈ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് YK വേണോ അല്ലെങ്കിൽ YK+1 വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ എ ഡിസിഷൻ പാരാമീറ്റർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഡിസിഷൻ പാരാമീറ്ററിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് മൈനസ് ആണോ അല്ലെങ്കിൽ പ്ലസ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ YK ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ YK+1 ചൂസ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഡിസിഷൻ പാരാമീറ്റർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഡിസിഷൻ പാരാമീറ്റർ ഇസ് എ വാല്യൂ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെപ്പറേഷൻ ഓഫ് 2 പിക്സൽ പൊസിഷൻസ് ഫ്രം ദ ആക്ച്വൽ ലൈൻ പാത്ത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആക്ച്വൽ ലൈൻ പാത്തിൽ നിന്നുള്ള ഡിഫറൻസ് ആണ്, ആ സെപ്പറേഷൻ്റെ ഡിഫറൻസിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഫുൾ അൽഗോരിതത്തിൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്. <1. സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ലോപ്പാണ്, വിച്ച് ഇസ് <1 എന്നുള്ള കേസാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് എക്സ് ഇൻ്റർവെൽസിലാണിത് സാമ്പിൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് +1 വെച്ചിട്ടായിരിക്കും. വൈയുടെ കാര്യത്തിലായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് Y വേണോ അതോ Y+1 വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ x0 y0, മേ ബി ഒറിജിൻ എന്ന് പറയുന്നത് x0 y0 ആയിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ ഞാനൊരു പിക്സൽ പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. SK YK ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, വിച്ച് ഇസ് SK YK പോയിന്റ്. അത് ഞാൻ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് DD അൽഗോരിതത്തിലാണെങ്കിൽ ഞാൻ DD അൽഗോരിതത്തിലാണെങ്കിൽ ഞാൻ ഈ 2 പോയിൻറ്റ്സും പ്ലോട്ട് ചെയ്യണം. SK+1 YKയും പ്ലോട്ട് ചെയ്യും, അതുപോലെ തന്നെ SK+1 YK+1 പ്ലോട്ട് ചെയ്യും. പക്ഷേ ബ്രെസൻഹാംസ് അൽഗോരിതത്തിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഡിസിഷൻ പാരാമീറ്ററിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നമുക്ക് DD അൽഗോരിതത്തിൽ ഫോം ചെയ്യുന്ന ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ലൈനാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ ലൈൻ പാസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് എനിക്ക് ഫസ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ്. കാരണം ഈ ഒരു ലൈൻ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ഓഫ് ദിസ് പിക്സൽ 10,7 എന്നുള്ള പിക്സൽ പൊസിഷനിലാണ് ഇത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വേറെ എങ്ങോട്ടും മൂവ് ചെയ്തിട്ടില്ല ഈ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത് നോക്കിയത് ഈ ലൈൻ എന്ന് പറയുന്നത് പകുതി കിടക്കുന്നത് ഈ ഒരു പോയിന്റ്, ഈ ഒരു പിക്സലിലും പകുതി കിടക്കുന്നത് പകുതിയല്ല, ഓൾമോസ്റ്റ് ഒരു എന്താ മുക്കാൽ ഭാഗവും കിടക്കുന്നത് ഈ ഒരു പിക്സൽ പൊസിഷൻ, അതായത് 11.8-ലും. ഓക്കെ, 11.8-ലും ബാക്കി കിടക്കുന്നത് 11.9-ലുമാണ്. 11.9-ലുമാണ്. ഓക്കെ, ദെൻ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ എഗെയിൻ ആ സെയിം പ്രോബ്ലം ആണ്. 12.9-ലും അതുപോലെ തന്നെ 12.10-ലുമാണ് കിടക്കുന്നത് അല്ലേ. കുറച്ച് പോർഷൻ ഇവിടെയുണ്ട് 12.10-ലും. സോ 12.9, 12.10 വരുന്നത്. ദെൻ ലാസ്റ്റ് പിക്സൽ നോ പ്രോബ്ലം, അത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ഓഫ് ദിസ് വൺ 13.10. ഇങ്ങനെയാണ് ഇതിൻ്റെ പിക്സൽ പോയിന്റ് DDAയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊരു സ്മൂത്ത് ലൈൻ അല്ല ഫോം ചെയ്യുന്നത്. എന്താണെന്ന് നോക്കിയേ, കുറച്ച് പോർഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പിക്സലിനെ കൂടെ ഡിസ്പ്ലേ ചെയ്തിരിക്കാം. അത് തന്നെയാണ് ഇവിടെയും പ്രോബ്ലം. ചെറിയൊരു പോർഷൻ ഇപ്പുറത്തുള്ളത് കൊണ്ട് ഞാൻ ഈ പിക്സലിനെ കൂടെ ചൂസ് ചെയ്തിരിക്കുകയാണ്. അത് അവിടെ നോക്കി, ഇത് SK/YK ആണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് SK+1-ഉം YK+1-ഉം ഒരുമിച്ചാണ്. ഈ പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇത് SK/YK ആണെങ്കിൽ, എക്സ് എപ്പോഴും 1 വെച്ചിട്ടായിരിക്കും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് 11, എന്താണ് ഇത് 8 അല്ലെങ്കിൽ 9, രണ്ട് രീതിയിൽ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ഇൻക്രിമെൻറ്റിങ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ എന്താണ് 11.8 ആയിട്ടുണ്ട്, 11.9 ആയിട്ടുണ്ട്. രണ്ട് രീതിയിൽ ഇൻക്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. YK+1-ഉം YK-യും YK+1-ഉം. ഞാനിത് ഈ ലൈൻ വരച്ചതിൻ്റെ കുഴപ്പമാണ് കേട്ടോ, സെയിം ഇതിൽ തന്നെയാണ് വരേണ്ടത്. സോ അപ്പം അത് രണ്ട് ഇതായിട്ടും ഒരേ ഇതിൽ എനിക്ക് രണ്ടെണ്ണത്തിനെ പ്ലോട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, YK-യും YK+1-ഉം. ഇവിടെയും സെയിം കേസാണ്. എനിക്ക് വീണ്ടും 12 ആയിട്ടുണ്ട്. 12 ആയ കേസിൽ ഇവിടെ 9-ഉം 10-ഉം, അതായത് YK എന്തായിരുന്നു 9 ആയിരുന്നു, അതും ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് 10-ഉം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കിവിടുത്തെ ഈ ഒരു DD അൽഗോരിതത്തിലെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോയിന്റ് SK/YK ആണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്ററി, അതായത് ഒരു ലൈൻ 2 പിക്സലിൽ കൂടെ കുറച്ച് ഭാഗം വേറൊരു പിക്സലിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് പ്ലോട്ട് ചെയ്യുമ്പോൾ SK+1, YK-യും പ്ലോട്ട് ചെയ്യണം, പ്ലസ് SK+1, YK+1-ഉം പ്ലോട്ട് ചെയ്യണം. ഇത് രണ്ടും ഞാൻ പ്ലോട്ട് ചെയ്യണം എന്നുള്ളതാണ് DD അൽഗോരിതത്തിൽ ക്രൂക്കഡ് ലൈൻ കിട്ടാനുള്ള റീസൺ. എനിക്കൊരു സ്മൂത്ത് ലൈൻ ഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബ്രെസൻഹാംസ് അൽഗോരിതത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് വയ്ക്കുക. ഓക്കെ, സപ്പോസ് എനിക്ക് ഇങ്ങനെ അഗെയിൻ ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വയ്ക്കുക. ഇങ്ങനത്തെ ഒരു ലൈനാണ്. അത് അഗെയിൻ സെയിം പ്രോബ്ലം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ ലൈൻ പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ലൈൻ പാസ് ചെയ്തിരിക്കുന്നത്. ഇതും എനിക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ബ്രെസൻഹാംസ് അൽഗോരിതം ആണെങ്കിൽ ഈ ഒരു ചെറിയൊരു പോർഷൻ ഇപ്പുറത്താണെന്ന് വെച്ചിട്ട് കൂടുതൽ പോർഷൻ എവിടെയാണോ ആ പിക്സലിനെ മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ചെറിയൊരു പോർഷൻ ഉള്ളത് കൊണ്ട് ഇതിനെ ഡിസ്പ്ലേ ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ലൈൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പിക്സലിൻ്റെ ഉള്ളിലാണ്. ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത്, അതിന് സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ ചെയ്യില്ല, ഡയറക്റ്റ്ലി ഇതായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് നമ്മൾ അറിയാതെ പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈൻ ഫോം ചെയ്യാനായി, അതായത് ഇതുപോലത്തെ ഒരു ലൈൻ ഫോം ചെയ്യാനായിട്ട് എവിടെ പറ്റും? ബ്രെസൻഹാംസിൽ പറ്റും. അപ്പോൾ ബ്രെസൻഹാംസിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് SK/YK ആണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് SK+1 YK ഓർ SK+1, YK+1. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഏതാണോ ക്ലോസർ ആയിട്ടുള്ളത്, അതായത് ഈ ലൈൻ പാത്തിന് ക്ലോസർ ആയിട്ടുള്ളത് ഏതാണോ, കൂടുതൽ എവിടെയാണോ ഉള്ളത്, ഈ ലൈൻ കടന്നു പോകുന്ന കൂടുതൽ പിക്സൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്ത് ഈ പിക്സലിൽ കൂടെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ പിക്സലിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. സെയിം വേ നോക്കുകയാണെങ്കിൽ
ഇത് വൈ കെയും ഇത് വൈ കെ പ്ലസ് വണ്ണും ആണ് കേട്ടോ. സോ അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തത് വൈ കെനെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇത് വൈ കെയും ഇത് വൈ കെ പ്ലസ് വണ്ണും ആണ്. വൈ കെയുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. എസ് കെ എന്താണെങ്കിലും എസ് കെ പ്ലസ് വൺ ആയിട്ട് മാത്രമേ ഇൻക്രിമെൻറ്റ് ചെയ്യുള്ളൂ. സോ അപ്പോൾ ഇത് വൈ കെയും ഇത് വൈ കെ പ്ലസ് വണ്ണും ആണെങ്കിൽ ഇവിടെയും മോസ്റ്റ് ഓഫ് ദ പാർട്ട് എന്ന് പറയുന്നത് വൈ കെയിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വൈ കെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഐദർ വൈ കെ ഓർ വൈ കെ പ്ലസ് വൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മറ്റേ കേസിൽ നമ്മൾ രണ്ടും ഒരേപോലെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത് പ്രസൻറ്റ് ഡി ഡി അൽഗോരിതത്തിൽ. അതാണ് ഇത് തമ്മിലുള്ള സ്മൂത്ത് ലൈനും ക്രൂക്കഡ് ലൈനും കിട്ടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് വിത്ത് ദ ആക്ച്വൽ ലൈൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ആക്ച്വൽ ലൈനുമായിട്ടുള്ള ഡിഫറൻസ് എത്രയാണോ അതിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ പിക്സലിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഓരോ പിക്സലായിട്ട് ഇങ്ങനെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ. സോ ഇതാണ് എൻ്റെ എക്സ് കെ, ഇത് എസ് കെ പ്ലസ് വൺ, ദിസ് ഇസ് വൈ കെ ആൻഡ് ദിസ് ഇസ് വൈ കെ പ്ലസ് വൺ. ഞാനിവിടെ ഓരോ സെല്ലിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ഒരു സ്കാൻ ലൈനും കോളമുള്ള ഈ ഓരോ പിക്സൽ പൊസിഷനെയും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ് കെ വൈ കെ, ഇത് എസ് കെ പ്ലസ് വൺ, ഇത് വൈ കെ പ്ലസ് വൺ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. അതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താണെങ്കിലും ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലൈൻ ഇതാണ്. ഓക്കെ. ആക്ച്വൽ ലൈൻ ഇതാണ്. ആക്ച്വൽ ലൈനിൽ നിന്നും ഈ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. ഇവിടെയും ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ ഈ ആക്ച്വൽ പോയിന്റ് എന്നുള്ളത് നമ്മൾ ഈ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആക്ച്വൽ പോയിന്റ് വൈ ആണ്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ തൊട്ട് വൈ കെ, ഇത് വൈ കെ അല്ലേ, വൈ കെ ആണിത്, ഇത് വൈ കെ ആണ്. ഈ ലൈൻ എന്ന് പറയുന്നത് വൈ കെ ആണ്. സോ അപ്പം വൈ തൊട്ട് വൈ കെ വരെയുള്ള ഈ പോർഷനെ നമ്മൾ D1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഡിഫറൻസിനെ D1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ വൈ കെ പ്ലസ് വണ്ണോ അല്ലെങ്കിൽ വൈ എന്നുള്ള ആക്ച്വൽ ലൈനുമായിട്ട് വൈ കെ പ്ലസ് വണ്ണിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പം ആ ഡിഫറൻസിനെ ഞാൻ D2 എന്നും എടുക്കുകയാണ്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വൈ മൈനസ് വൈ കെ എന്നുള്ളതിനെ ഞാൻ D1 ആയിട്ടും അതുപോലെ തന്നെ വൈ കെ പ്ലസ് വൺ മൈനസ് വൈ എന്നുള്ളത് D2 ആയിട്ടും എടുക്കുകയാണ്. അതാണ് ഡിഫറൻസ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വൽ ലൈൻ ആണെങ്കിൽ പിക്സൽസിനിടയ്ക്ക് ഇത്രയും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് വിത്ത് ആക്ച്വൽ ലൈൻ. ആക്ച്വൽ ലൈനുമായിട്ട് ഈ രണ്ട് ഡിഫറൻസിനുള്ള ഡിഫറൻസ് എന്താണോ അതിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ് ഡിസിഷൻ പാരാമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ അപ്പോൾ ഈ ഒരു ഫിഗറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അത് കുറച്ചും കൂടെ പിക്സലിൻ്റെ ആ ഒരു ഗ്യാപ്പ് എടുത്ത് കാണിച്ചിരിക്കുന്നതാണിത്. അതായത് ഇവിടെ നോക്കി, ഇത് വൈ കെ ആണെങ്കിൽ വൈ കെയും ആക്ച്വൽ ലൈനും തമ്മിലുള്ള ഡിഫറൻസിനെ D1 ആയിട്ടും, അതായത് ആക്ച്വൽ ലൈൻ ഇതാണ്, വൈ കെ എന്ന് പറയുന്നത് വൈ കെ ഇതാണ് കേട്ടോ, വൈ കെ ഇതാണ്. ആ വൈ കെയും ഈ ആക്ച്വൽ ലൈനും തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ D1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈ കെ പ്ലസ് വണ്ണും ഈ ആക്ച്വൽ ലൈൻ വൈയും ആയിട്ടുള്ള ഡിഫറൻസിനെയാണ് D2 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ കെ പ്ലസ് വൺ മൈനസ് വൈ D2, വൈ മൈനസ് വൈ കെ എന്ന് പറയുന്നത് D1 ആയിട്ടുമാണ് എടുക്കുന്നത്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഡിസിഷൻ പാരാമീറ്ററിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ് D1 മൈനസ് D2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ
2 points with the actual line. അതാണ് ദാ ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാവുന്ന കാര്യം സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് y ഈക്വൽ ടു mx പ്ലസ് ബി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ നമുക്കറിയാവുന്ന വേറൊരു കാര്യം, ഇത് എക്സ് യൂണിറ്റ് ഇൻ്റർവെല്ലിലാണ് സാമ്പിൾ ചെയ്യുന്നത്. സോ എക്സ് യൂണിറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എപ്പോഴും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് എക്സ് കെ പ്ലസ് 1 പ്രീവിയസ് വാല്യൂ പ്ലസ് 1 എന്നുള്ള രീതിയിലായിരിക്കും എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. സോ ഞാൻ അതിന് പകരം എക്സിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ അപ്പം y ഈക്വൽ ടു എം ഇൻറ്റു എക്സിന് പകരം ഏതാണ് എസ് കെ പ്ലസ് 1. അതിൻ്റെ റീസൺ ഇത് യൂണിറ്റ് ഇൻ്റർവെല്ലായതുകൊണ്ട് എക്സ് എപ്പോഴും പ്രീവിയസ് വാല്യൂ പ്ലസ് 1 എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്, പ്ലസ് ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് ആണ് നമുക്കറിയാവുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, d1 എന്ന് പറയുന്നത് എന്താണ്, d1 വിച്ച് ഇസ് ഈക്വൽ ടു y മൈനസ് വൈ കെ ആണ് അല്ലേ, y മൈനസ് വൈ കെ ആണ് d1 എന്ന് പറയുന്നത്. സോ ഞാൻ ഈ വൈക്ക് പകരം ഞാൻ ഇവിടെ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വൈക്ക് പകരം ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. സോ അപ്പം എങ്ങനെയാവും, ഈ വൈക്ക് പകരം ഇത് എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി, ഇത്രയാണ് വൈ. ഓക്കെ, മൈനസ് വൈ കെ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്കറിയാവുന്ന എന്താണ്, d2 ആണ് അറിയാവുന്നത് അല്ലേ. d2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ കെ പ്ലസ് 1 ഈ പ്ലസ് 1 മുകളിലാണ് കേട്ടോ. അതിൻ്റെ റീസൺ അറിയാമല്ലോ, ഒന്നല്ലെങ്കിൽ വൈ കെ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ ഏതായാലും പ്ലസ് 1 ആയിരിക്കും. സോ അപ്പം വൈ കെ പ്ലസ് 1 മൈനസ് വൈ, ഇതാണ് നമുക്കറിയാവുന്ന സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്, d2 എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പം ഞാൻ ഇവിടെയും ഞാൻ വൈക്ക് പകരം എന്ത് കൊടുക്കാൻ പോവാണ്, വൈ ഓൾറെഡി ഞാൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, അത് കൊടുക്കാൻ പോവാണ്. സോ വൈ കെ പ്ലസ് 1 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റിൽ എം ഇൻറ്റു എസ് കെ പ്ലസ് 1 പ്ലസ് ബി. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണേ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് വെച്ചിട്ട് ഈ രണ്ട് ടേമിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വൈ കെ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എസ് കെ പ്ലസ് 1, സെക്കൻഡ് ടേം ബി ആണ്, സോ അത് മൈനസ് ബി ആയിട്ട് മാറും. സോ അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ എൻ്റെ d2 എന്ന് പറയുന്നത് വൈ കെ പ്ലസ് 1 എം ഇൻറ്റു എസ് കെ പ്ലസ് 1 മൈനസ് ബി ആണ്. സോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്, d1 ആൻഡ് d2. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഡയറക്റ്റ്ലി പി കെ ഡിസിഷൻ പാരാമീറ്റർ പി കെ ആണ്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points with actual lines. 2 points എന്ന് പറയുന്നത് d1 d2 ആണ്. സോ അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഓക്കെ, ഇതാണ് നമുക്കിനി കാണാൻ പോകുന്നത്, d1 മൈനസ് d2. സോ അപ്പോൾ ആദ്യം നമ്മൾ d1 മൈനസ് d2 കാണണ്ടേ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ. സോ d1 മൈനസ് d2 വിച്ച് ഇസ് ഈക്വൽ ടു, d1 എനിക്ക് ഓൾറെഡി അറിയാം, ഏതാണ് m ഇൻറ്റു എസ് കെ പ്ലസ് 1 പ്ലസ് ബി. ദിസ് ഇസ് d1 അല്ല മൈനസ് വൈ കെ കൂടെ കേട്ടോ, മൈനസ് വൈ കെ. ഇത്രയാണ് d1 എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയേ മൈനസ് d2 എന്ന് പറയുന്നത് ഓൾറെഡി ഞാനിവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. d2 ഇതാണ് d2 എന്ന് പറയുന്നത്. സോ അപ്പം വൈ കെ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എസ് കെ പ്ലസ് 1 മൈനസ് ബി. ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തത് ഈ ബ്രാക്കറ്റിൽ നിന്ന് എനിക്ക് ഓപ്പൺ ചെയ്യണം. സോ ഞാൻ ഇത് വെച്ചെല്ലാം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോണേ. സോ അപ്പോൾ അതെങ്ങനെ വരും, എം ഇൻറ്റു എസ് കെ പ്ലസ് 1 പ്ലസ് ബി മൈനസ് വൈ കെ. അത് അത്രയും അതുപോലെ തന്നെ. ഇനി അടുത്തത് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം മൈനസ് വൈ കെ ആയി മാറും. ദെൻ അടുത്തത് പ്ലസ് 1 മൈനസ് 1 ആയി മാറും. ദെൻ എം മൈനസ് എം എന്താവും, പ്ലസ് എം ആവും അല്ലേ, ഇൻറ്റു എസ് കെ പ്ലസ് 1
ഈ മൈനസ് മൈനസ് പ്ലസ് ബി ആയിട്ട് മാറും. ഇത്രയാണ്. ഇതുകൊണ്ട് ഞാൻ എല്ലാ ടേംസിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇത്രയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് d1 മൈനസ് d2 കിട്ടി. ഇനി d1 മൈനസ് d2 ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണേ. ഇവിടെ ദേ നോക്കിയേ, m ഇൻറ്റു എസ് കെ പ്ലസ് വൺ, m ഇൻറ്റു എസ് കെ പ്ലസ് വൺ, രണ്ട് ടേം ഉണ്ട്. അപ്പോൾ എക്സും എക്സും, രണ്ട് എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2x എന്ന് എഴുതും. സോ അപ്പം ഈ രണ്ട് ടേമും സെയിം ആണ്. ഞാൻ അതുകൊണ്ട് 2m എസ് കെ പ്ലസ് വൺ എന്ന് എഴുതുകയാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇവിടെ മൈനസ് വൈ കെ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് 2yk എന്ന് എഴുതാം അല്ലേ. ദെൻ അതുപോലെ തന്നെ b അല്ലേ. അപ്പം പ്ലസ് 2b. ബാക്കി ഇവിടെ എന്താ മിച്ചമുള്ളത്? -1. അതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഫൈനലി എനിക്ക് d1 മൈനസ് d2 കിട്ടുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പി കെ എന്ന് പറയുന്നത് ഇതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇതിനെ എനിക്ക് ഈക്വൽ ടു ഇട്ടിട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എക്സ് എന്നുള്ളതാണ് ആ കോൺസ്റ്റൻറ്റ്. ഓക്കെ. ഇൻറ്റു d1 മൈനസ് d2. ആ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളത് ആ പ്രൊപ്പോർഷണൽ മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തു. അത് ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് കൊടുക്കാനുള്ള റീസൺസ് രണ്ടെണ്ണമാണ്. ഒന്ന്, ഇത് യൂണിറ്റ് എക്സ് ഇൻ്റർവെല്ലിലാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഡെൽറ്റ എക്സ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ വീണ്ടും m എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോപ്പിൻ്റെ m ഇവിടെ കിടപ്പുണ്ട് ഈ ഇക്വേഷനിൽ അല്ലേ. m വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും സ്ലോപ്പ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും നമുക്ക് തരുന്നത്. ഈ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ബ്രസൻഹാംസിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവേ ഇല്ല. സോ നമുക്ക് എമ്മിനെ അവോയ്ഡ് ചെയ്യണം. m എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് m എന്ന് പറയുന്നത്. പ്രീവിയസ് ഇതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ ഡെൽറ്റ എക്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കിതാ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് റീസൺസ് കാരണമാണ് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളത് ഈക്വൽ ടു ആക്കിയിട്ട് മാറ്റിയത്. ഓക്കെ. ഇവിടെ വരെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2 സെപ്പറേഷൻ്റെ ഡിഫറൻസ് 2m ഇൻറ്റു ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്തതാണ് കേട്ടോ ഇത്. ഡിസിഷൻ പാരാമീറ്റർ പി കെ ആണ് അറ്റ് kth പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ എങ്ങനെ പി കെനെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഇത് ചെയ്തു. നമുക്ക് എങ്ങനെയാണ് എമ്മിന് ഞാൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു കോൺസ്റ്റൻറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു d1 മൈനസ് d2. ഇത്രയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അത് കംപ്ലീറ്റ്ലി ഡിറൈവ് ചെയ്ത് വരുമ്പോൾ എനിക്ക് 2 ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ പ്ലസ് സി എന്ന് കിട്ടും. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഇതിനെ ഡിറൈവ് ചെയ്യാൻ പോവാണേ. എനിക്ക് പി കെയിലേക്ക് എത്തണം, നമ്മളിപ്പോൾ കണ്ട ഇക്വേഷനിലേക്ക് എത്തണം. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ ഞാൻ ഇതാണ് നമ്മുടെ d1 മൈനസ് d2. ഇതിനെ ഞാൻ ഡെൽറ്റ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണേ. ഡെൽറ്റ എക്സ് ഇൻറ്റു 2m എസ് കെ പ്ലസ് 1 മൈനസ് 2yk പ്ലസ് 2b മൈനസ് 1. ഓക്കെ. സോ അപ്പം ഡെൽറ്റ എക്സ് വെച്ചിട്ട് ഞാനിതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ഓരോ ടേംസിനെയും ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, 4 ടേമാണുള്ളത്. ആ 4 എണ്ണത്തിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. സോ അതിന് മുന്നേ ഞാൻ ഈ m ഒന്ന് മാറ്റി എഴുതുകയാണ്. m എന്ന് പറയുന്നത് ഡെൽറ്റ ഫസ്റ്റ് ടേമിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു 2m വരാൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് ഞാൻ എഴുതുകയാണ്. അങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ, കാരണം എമ്മിൻ്റെ വാല്യൂ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. എസ് കെ പ്ലസ് 1 ഓക്കെ മൈനസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2 ഡെൽറ്റ എക്സ് ഇൻറ്റു 2yk സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2b ലാസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ എക്സ്. സോ ഡെൽറ്റ എക്സ് എന്നതിന് കിട്ടും. ഇത്രയാണ് ഞാൻ ഈ ഒരു ടേം ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി എനിക്ക് ഇതൊന്നും ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ ഇവിടെയുള്ളത് 2 ഡെൽറ്റ വൈ ഇൻറ്റു എസ് കെ പ്ലസ് 1 മൈനസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2yk പ്ലസ് ഡെൽറ്റ എക്സ്
ഇൻറ്റു 2b മൈനസ് ഡെൽറ്റ എക്സ് എന്നാണ് കിട്ടുന്നത്. ഇതിൽ നിന്നും എനിക്ക് അപ്പം ഇത്രയും ഞാൻ എത്തി. ഇതിൽ നിന്ന് എനിക്ക് ഈ ടൈമിൽ നിന്ന് എനിക്ക് ഡെൽറ്റ എക്സിനെ പുറത്തേക്ക് എടുക്കാം. ഇത് നോക്കി, ഇവിടെ ഡെൽറ്റ എക്സ് ഇൻറ്റു 2b മൈനസ് ഡെൽറ്റ എക്സ്. ഇപ്പം ഇതിൽ നിന്ന് ഞാൻ ഡെൽറ്റ എക്സ് വെളിയിലേക്ക് എടുക്കുകയാണ്. ഡെൽറ്റ എക്സ് വെളിയിലേക്ക് എടുക്കുമ്പോൾ ഡെൽറ്റ വൈ എസ് കെ പ്ലസ് 1 മൈനസ് എസ് കെ. ഇതിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് എടുക്കുകയാണ്. ഡെൽറ്റ എക്സ് വെളിയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 2b മൈനസ് 1. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിയേ, ഇവിടെ എനിക്ക് ഈ ബ്രാക്കറ്റിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. 2 ഡെൽറ്റ വൈ വെച്ചിട്ട് ഈ രണ്ട് ടൈമിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 2 ഡെൽറ്റ വൈ എസ് കെ പ്ലസ് 2 ഡെൽറ്റ വൈ മൈനസ് എസ് കെ ഡെൽറ്റ എക്സ് ഇൻറ്റു കെ പ്ലസ് 2b മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് ഫൈനൽ. ലാസ്റ്റ് നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ എസ് കെ വൈ കെ ഉള്ള ടേംസിനെ മാത്രം അടുപ്പിച്ച് എഴുതുവാണ്. ഒന്ന് എസ് കെ ഈ ടേമിനകത്തുണ്ട്, ഇതിനകത്ത് എസ് കെയും വൈ കെയും ഇല്ല. ഇതിലും വൈ കെ ഉണ്ട്, ബാക്കി ഒന്നിലും എസ് കെ വൈ കെ. ആ ടേം മാത്രം ഒരുമിച്ച് എഴുതുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതാണ് വേണ്ടത്. കാരണം എൻ്റെ ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എസ് കെ വൈ കെ ആണ്. അത് വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് എൻ്റെ ഡിസിഷൻ മാറുന്നത്, ഡിസിഷൻ പാരാമീറ്റർ മാറുന്നത്. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ അപ്പോൾ ഞാൻ അതിനെ ഒരുമിച്ച് എഴുതാണ്. 2 ഡെൽറ്റ y into sk minus 2 delta x yk. ഈ ഡെൽറ്റ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, 2 ഇപ്പുറത്തേക്ക് എടുത്തുന്നേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. പ്ലസ് 2 ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2b മൈനസ് 1. ഓക്കെ, അതിൽ ഇത്രയും പോർഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എസ് കെ വൈ കെ ടേംസ് ഒന്നുമില്ല. ഇത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇടാം. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് നമ്മുടെ ഡിസിഷന് യാതൊരു എഫക്റ്റും വരുത്താനായിട്ട് ഇതിന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കോൺസ്റ്റൻ്റ് ആകുന്നത്. സോ ഫൈനലി എസ് കെ വൈ കെ മൈനസ് 2 ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ പ്ലസ് സി എന്ന് കിട്ടും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പി കെ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ പി കെ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഡെൽറ്റ വൈ എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് സി. അങ്ങനെയാണ് ഈ ഒരു തേർഡ് ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് പി കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഡിസിഷൻ പാരാമീറ്റർ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പി കെയും പി കെ പ്ലസ് 1ഉം രണ്ടെണ്ണം നെക്സ്റ്റ് പോയിന്റിനെ കൂടെ കണ്ടുപിടിച്ചിട്ട് ഇപ്പം നമ്മൾ ഒരു സീക്വൻസ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ സീക്വൻസിലെ 2 നമ്പേഴ്സിനെ മാത്രം ഫൈൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ നെക്സ്റ്റും കൂടെ അതേ സീക്വൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് 1ഉം കൂടെ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. പി കെ പ്ലസ് 1 ആണ് കേട്ടോ. സോ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഈ പി കെ എവിടേക്കാണോ കിടക്കുന്നത് അതിൻ്റെ അകത്ത് കെ എവിടേക്കാണോ ഉള്ളത് അവിടേക്ക് ഞാൻ പ്ലസ് 1 ആക്കാൻ പോകും. സോ അപ്പോൾ ഇവിടുത്തെ കെനെ ഞാൻ പി കെനെ പി കെ പ്ലസ് 1 ആക്കി. അപ്പോൾ ഇവിടെ എസ് കെനെ എന്താക്കും, എസ് കെ പ്ലസ് 1 ആക്കും. 2 ഡെൽറ്റ വൈ എസ് കെ പ്ലസ് 1 മൈനസ് 2 ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ പ്ലസ് 1. ഇവിടെയും ഞാൻ കെ പ്ലസ് 1 എന്നാക്കി പ്ലസ് സി. ഇതാണ് പി കെ പ്ലസ് 1 എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, കെ പ്ലസ് സ്റ്റെപ്പ് ഡിസിഷൻ പാരാമീറ്റർ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്തു. എവിടേക്കാണോ കെ ഉള്ളത് പി കെയുടെ സെയിം ഇക്വേഷനകത്ത് അവിടെ മാത്രം നമ്മൾ കെ പ്ലസ് 1 ഇട്ട് കൊടുത്തു. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വരെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പി കെ പ്ലസ് 1 മൈനസ് പി കെ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് കെ പ്ലസ് 1 മൈനസ് പി കെ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് D1 ലെസ് ദാൻ D2 എന്നാണ്. അതായത് നമ്മുടെ വൈ കെ ലെസ് ദാൻ വൈ കെ പ്ലസ് 1 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അതായത് പോയിന്റ് കുറച്ചും കൂടെ നിയറസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് 2 പോയിന്റ് പ്ലോട്ട് ചെയ്യണമല്ലോ. ഒന്ന് വൈ കെ,
ഒന്ന് yk+1. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആക്ച്വൽ ലൈൻ y, ഞാനത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ആക്ച്വൽ ലൈൻ വൈയുടെ അകത്തുനിന്ന് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് ഏറ്റവും കുറച്ച് ഡിസ്റ്റൻസിൽ ഏതാണോ ഉള്ളത് ആ പോയിൻ്റാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്യാൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് D1 ആണ് ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, D1 ആണ് ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് SK+1, YK ആണ്. YK ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി PK+1 മൈനസ് PK ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വിച്ച് മീൻസ് D1 ഗ്രേറ്റർ ദാൻ D2 എന്നാണ്. അതിൻ്റെ മീനിങ് ഇതാണ്, ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് YK+1 ആണ്. വൈയുടെ വാല്യൂ YK+1 ആയിരിക്കും. അതിൻ്റെ റീസൺ ഇതായിരിക്കും കുറച്ചും കൂടെ ആക്ച്വൽ ലൈനുമായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ഇത് കുറച്ച് അകലെയായിരിക്കും. സോ അപ്പോൾ എനിക്ക് ചൂസ് ചെയ്യേണ്ട പോയിന്റ് ഇതായിരിക്കും. അതായത് ഞാൻ അവിടെ ചൂസ് ചെയ്യുന്ന പോയിന്റ് SK+1, YK+1 എന്നുള്ള പോയിന്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിനെ PK+1 മൈനസ് PKനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അപ്പോൾ ഞാൻ ഡിഫറൻസ് കാണാൻ പോവാണേ. PK+1 മൈനസ് PK ഈക്വൽ ടു ഓരോരോ ടേംസ് ആയിട്ട് ഞാൻ എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. നോക്കിയേ, ഇവിടെ നോക്കിയേ, 2Δy, ഇത് രണ്ടും കോമൺ ആണ്. സോ ഞാൻ അതുപോലെ തന്നെ എഴുതി 2Δy. SKയും ഇവിടെ ഉള്ളത് ഫസ്റ്റ് PK+1 നിന്നാണ് ഇത് മൈനസ് ചെയ്യുന്നത് കേട്ടോ. PK+1 നിന്നും PK ആണ്. സോ അപ്പം SK+1 മൈനസ് SK എന്ന് വരും. ഈ രണ്ട് ടേം മൈനസ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത ടേം നോക്കുക, -2Δx. രണ്ടിലും -2Δx ഉണ്ട്. ദെൻ ഇവിടെ YK+1ഉം ഇവിടെ YK ആണ്. അത് ഞാൻ മൈനസ് ചെയ്യുകയാണേ. YK+1 മൈനസ് YK. ദെൻ C മൈനസ് C അത് ക്യാൻസലായി പോയി. ബാക്കിയുള്ളത് 2Δy SK+1 മൈനസ് SK മൈനസ് 2Δx ഇൻറ്റു YK+1 മൈനസ് YK ആണ്. ഇത്രയും വരെയാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ വരെ എത്തി. ഇനി വേറൊരു കാര്യം കൂടെ നമുക്കിവിടെ ചെയ്യാം. SKയുടെ വാല്യൂ SK+1 എന്ന് പറയുന്നത് ഈ ഒരു സാമ്പിളിംഗ് നടക്കുന്നത് ഏതിലാണ്? എക്സലാണ്, യൂണിറ്റ് ഇൻ്റർവെൽ എക്സലാണ്. സോ അപ്പോൾ SK+1 എവിടെ കണ്ടാലും നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? SK+1 എന്ന് എഴുതാം. SK+1 എന്ന് എഴുതാം. സോ അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുവാണ്. 2Δy ഇൻറ്റു SK+1 മൈനസ് SK മൈനസ് 2Δx ഇൻറ്റു YK+1 മൈനസ് YK ഇങ്ങനെ എഴുതുകയാണ്. എന്നിട്ട് ഇതാ ഇവിടെ പ്ലസും മൈനസും ഇത് എനിക്ക് ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കിയുള്ളത് 2Δy മൈനസ് 2Δx ഇൻറ്റു YK+1 മൈനസ് YK. ഇവിടെ PK+1 മൈനസ് PK ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫൈൻഡ് ചെയ്തു. എനിക്കിന് PK+1 ഇൻ ടേംസ് ഓഫ് P കാണണമെങ്കിൽ ഞാൻ ഈ PKനെ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. സോ അപ്പോൾ PK+1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് PK ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് PK ആവും. പ്ലസ് 2Δy ഇൻറ്റു 2Δx YK+1 മൈനസ് YK. ഇങ്ങനെയായിരിക്കും നമുക്ക് ഫൈനലി ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കേസിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഈ YK+1ന് നമുക്ക് രണ്ട് വാല്യൂസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് YKയും അനദർ വൺ എന്ന് പറയുന്നത് YK+1 ആണ് അല്ലേ. അത് രണ്ടിട്ട് കൊടുക്കുമ്പോഴും നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ റീച്ച് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് PK+1 എന്ന് പറയുന്നത് PKനെ ഇപ്പുറത്തേക്ക് എടുത്തു. ഈ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏതെടുക്കണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് പാരാമീറ്ററിൻ്റെ കേസും കൂടെ നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് പാരാമീറ്ററിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഇനിഷ്യൽ വൺ കണ്ടുപിടിക്കാനായിട്ട് ആ PKയുടെ ഇക്വേഷൻ്റെ അകത്ത് ഞാൻ x0y0 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇനിഷ്യൽ
ഇത് ഇനിഷ്യൽ പോയിന്റിൻ്റെ ഇത് ഫൈൻഡ് ചെയ്യാൻ പോകും. അതായത് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0. ഞാൻ എന്താ ഈ ഇക്വേഷൻ പി കെയുടെ ഇക്വേഷൻ്റെ അകത്താണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം 2Δy ഇൻറ്റു ഇവിടുത്തെ എസ് കെ എന്താണ് x0. x0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ് കേട്ടോ, 0 0 എന്നുള്ളതാണ്. സോ x0 മൈനസ് 2Δx ഇൻറ്റു yk പകരം y0 പ്ലസ് സി എന്നുള്ളതാണ് അല്ലേ. സിക്ക് പകരം സിയുടെ ഫുൾ എഴുതിയേക്കാം നമുക്ക്, പ്ലസ് ഇത് 2Δy പ്ലസ് Δx ഇൻറ്റു 2b മൈനസ് 1. ഓക്കെ, ദെൻ ഇവിടെ ഇത് 0 അല്ലേ, ഒറിജിൻ 0 ആകുമ്പോൾ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അപ്പം ഇത് ഈ കംപ്ലീറ്റ് ടേം 0 ആകും, ഇത് 0 ആകും. പിന്നെ ഉള്ളത് 2Δy പ്ലസ് Δx ഇൻറ്റു 2b മൈനസ് 1 ആണ്. ഇവിടെ ബിയുടെ വാല്യൂ 0 ആകും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു mx പ്ലസ് ബി ആണല്ലേ. സോ അപ്പം ഇവിടെ വൈയുടെ വാല്യൂ 0 ആണ്, ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഒബ്വിയസ്ലി ഇതെല്ലാം 0 ആകുമ്പോൾ ബി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 0 ആണ്. ആ 0 ഞാൻ ഇവിടെ ഇടാൻ പോവാണേ. അപ്പം 2Δy പ്ലസ് Δx ഇൻറ്റു 0 മൈനസ് 1 എന്ന് കിട്ടും. അതായത് P0 ഈക്വൽ ടു 2Δy മൈനസ് ഈ -1 ഇൻറ്റു Δx മൈനസ് Δx ആണ്. സോ അപ്പോൾ ഇതാണ് P0ൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്ക് വേണ്ട എല്ലാ ഇക്വേഷൻസും നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. P0 ദെൻ PK പ്ലസ് 1 PK എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏത് വേണം ചൂസ് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫൈനലി കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, PK പ്ലസ് 1 ആണ് അല്ലേ. PK പ്ലസ് 1 ഈക്വൽ ടു 2Δy PK പ്ലസ് 2Δy മൈനസ് 2Δx ഇൻറ്റു yk പ്ലസ് 1 മൈനസ് yk. ഇത് രണ്ട് രീതിയിൽ ykയുടെ വാല്യൂ രണ്ട് രീതിയിൽ വേരി ചെയ്യും. ഒന്നല്ലെങ്കിൽ yk അല്ലെങ്കിൽ yk പ്ലസ് 1. സോ അപ്പോൾ അത് രണ്ടും എനിക്ക് ഇട്ട് നോക്കാം. ഇവിടെ PK പ്ലസ് 1 ഈക്വൽ ടു PK പ്ലസ് 2Δy ഇൻറ്റു Δx. ഫസ്റ്റ് ഞാൻ yk ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിന് പകരം ഞാൻ yk കൊടുക്കുകയാണ്, yk മൈനസ് yk. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പോയിന്റ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് SK പ്ലസ് 1ഉം YKയും ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഇക്വേഷൻ ഇതാണ്, കാരണം YK പ്ലസ് 1 ആയിട്ട് ഞാൻ YKനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ PK പ്ലസ് 2Δy മൈനസ് Δx ഇൻറ്റു 0 വരും. അതായത് PK പ്ലസ് 2Δy എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് PK പ്ലസ് 1 ഇൻ ദ കേസ് ഓഫ് YK. ഓക്കെ, ഇനി YK പ്ലസ് 1 ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ PK പ്ലസ് 1ൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും, 2Δy ഇൻറ്റു Δx. YK പ്ലസ് 1ന് പകരം YK മുകളിൽ പ്ലസ് 1. ഓക്കെ, മൈനസ് YK അതുപോലെ തന്നെ എഴുതുവാണേ. സോ അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതും, 2Δy മൈനസ് Δx ഇൻറ്റു ഇതും ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ 1 ഉണ്ട്. സോ PK പ്ലസ് 1 ഈക്വൽ ടു PK പ്ലസ് 2Δy മൈനസ് Δx. ഇതാണ് YK പ്ലസ് 1 ആണ് ഞാൻ പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യുക. രണ്ട് ഓപ്ഷൻ അല്ലേ ഉള്ളത്, YK ആൻഡ് YK പ്ലസ് 1. ഇത് രണ്ടും ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, ബ്രെസൻഹാംസ് അൽഗോരിതത്തിൻ്റെ സമ്മറി ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 5 ലൈനിലായിട്ട് നമ്മൾ ഇത്രയും ഡിറൈവ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇനിഷ്യൽ പോയിന്റ് x0 y0 അത് ലോഡ് ചെയ്തു. ഫസ്റ്റ് P0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് 2Δy മൈനസ് Δx. അതുപോലെ തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ് SK YK SK പ്ലസ് 1 YK ആണെങ്കിൽ PK പ്ലസ് 1 എന്ന് പറയുന്നത് PK പ്ലസ് 2Δyയും. അതുപോലെ തന്നെ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്ന SK പ്ലസ് 1 YK പ്ലസ് 1 ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തില്ലേ PK പ്ലസ് 1 ഈസ് ഈക്വൽ ടു PK പ്ലസ് 2Δy മൈനസ് Δx ആയിരിക്കും. ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് പോകാമെന്നാണ് പറയുന്നത്.